ജോയിയെ കാണാതായിട്ട് 32 മണിക്കൂർ. ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവിംഗ് വിഭാഗവും NDRF കമാൻഡോകളും ഇടതടവില്ലാതെ ജീവൻ പണയം വെച്ച് പണിയെടുത്തു. പക്ഷേ ജോയിയെ മാത്രം കണ്ടെത്താനായില്ല. അത്താഴപ്പട്ടിണി മാറ്റാൻ അന്നത്തിന് വഴിതേണ്ടി മാന്യന്മാരുടെ കക്കൂസ് മാലിന്യമടക്കം ഒഴുക്കിവിടുന്ന ആമയിഴഞ്ചാൻ തോടിൻ്റെ അഴുക്കിൽ അലിഞ്ഞില്ലാതായ അർത്ഥപട്ടിണിക്കാരൻ ജോയിയുടെ വരവും കാത്ത് അശരണയായ വൃദ്ധമാതാവ് കാത്തിരിപ്പുണ്ട്. ആ മാതാവിനോട് എന്ത് മറുപടിയാണ് പറയാനുള്ളത് ഈ സമൂഹത്തിന്? ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം ചെയ്ത കൊടും പാതകമാണിത്. ഭരണകൂടങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാത്തതിൻ്റെ ദയനീയ ചിത്രം കൂടിയാണിത്. ചെറുമഴ പെയ്താൽ കൂടി തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങുന്നതിൻ്റെ കാരണം ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ അത് തേടി അലയേണ്ട. നമ്മുടെ മുന്നിൽ ചിത്രം തെളിഞ്ഞു നിൽക്കുകയാണ്. വയലും കുളവും ചതുപ്പുമൊക്കെ നിമത്തി തോടുകൾ മാലിന്യം നിറഞ്ഞു ഒഴുക്കുകൾ നിലച്ചു. നഗരം മുങ്ങാതെ മറ്റെന്ത് ചെയ്യും? ഭരണകൂടങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണ്, ഈ സമൂഹമാണ് ശുദ്ധജലവാഹിയായ തോടിനെ കണ്ടാൽ അറപ്പുളവാക്കുന്ന കക്കൂസ് മാലിന്യം നിറഞ്ഞ മാലിന്യ പുഴയാക്കി മാറ്റിയത്. തലസ്ഥാനത്തെ ഇനി കാത്തിരിക്കുന്നത് പകർച്ചവ്യാധികളുടെ മഹാമാരി കാലമാണ്. അത് നമ്മുടെ അടുത്തെത്തി നിൽക്കുകയാണ്. രക്ഷപ്പെടാൻ ഒരു വഴിയേയുള്ളൂ. നമ്മൾ നന്നാവണം, മനുഷ്യൻ നന്നാവണം. ഉന്നതതല യോഗം കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഉദ്ദേശത്തിന് സാക്ഷാത്കരിച്ചു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആറാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്താണ്. ഈ ആറാമത്തെ 6, 5, 4 ഈ പ്ലാറ്റ്ഫോമുകളിൽ പൂർണ്ണമായി ഇവിടെ തന്നെ ഉണ്ട്. മേയറുണ്ട്, കോർപ്പറേഷൻ അധികാരികളുണ്ട്, നമ്മുടെ ഫയർഫോഴ്സുകാർ വളരെ ആത്മാർത്ഥമായിട്ട് എന്ന കാര്യം ചെയ്യുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫീസ് തന്നെ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് 2-3 ജില്ലയിൽ നിന്നുള്ള ഫയർഫോഴ്സിൻ്റെ ടീമിനെ ഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് 3 മണിക്കൂറിന് അവിടെ എത്തിച്ചേരുമെന്നാണ് AVT എത്തിച്ചേരുമെന്നുള്ളതാണ്.